വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. പാലാ മേഖലയിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ക്വാഡും RTO എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്ത പരിശോധനയാണ് നടത്തിയത്. പരിശോധനയിൽ 156 വാഹനങ്ങളിൽ നിന്നായി 1.25 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ അറിയിച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ മത്സരയോട്ടം നിരന്തരം അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. ബസ്സുകൾ അമിത വേഗതയിൽ ഓടുന്നതും സ്പീഡ് ഗവർണർ ഇല്ലാതെ ഓടുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പാലാ മേഖലയിൽ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തി. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണേഴ്സ് സ്ക്വാഡും കോട്ടയം RTO എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായാണ് വാഹന പരിശോധന നടത്തിയത്. ക്രമക്കേടുകൾ കണ്ടെത്തി പിഴശിക്ഷ വിധിച്ചതായി അധികൃതർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ദിനേശ് കുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ സോൺ DTCയുടെ നേതൃത്വത്തിൽ പാലാ ബസ് സ്റ്റാൻഡ് പരിസരത്തും അതുപോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയുടെ അതിൻ്റെ താലൂക്കിൻ്റെയും പരിധിയിലുള്ള എല്ലാ മേഖലകളിലും കോട്ടയം ജില്ലയിലും സ്പീഡ് ഗവർണറിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി കോട്ടയം എൻഫോഴ്സ്മെൻറ്റ് RTOയുടെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും സ്ക്വാഡുകൾ സംയുക്തമായിട്ട് ഒരു വാഹന പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും സ്റ്റേജ് കാരേജുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പരിശോധന നടത്തുന്നത്. ബസ് സ്റ്റാൻഡിൽ പരിശോധിച്ചതിൽ നിന്നും ധാരാളം വണ്ടികൾ സ്പീഡ് ഗവർണർ ഇല്ലാത്തതായും വിച്ഛേദിക്കപ്പെട്ടതായും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റായി സ്പീഡ് സെറ്റ് ചെയ്യുന്ന പല ECU യൂണിറ്റുകളിലും അത് സ്പീഡ് കൃത്യമായിട്ടല്ലാതെ കൂടിയ വേഗം സെറ്റ് ചെയ്തതായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ വാഹനം സർവീസ് നടത്താൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ച് ഈ ചലാൻ തയ്യാറാക്കി എല്ലാ വാഹനങ്ങൾക്കും തൽക്കാലത്തിൽ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാകുന്നതുവരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഹനത്തിലെ എക്സ്ട്രാ ലൈറ്റുകൾ, മൾട്ടി കളർ ലൈറ്റുകൾ, അതുപോലെ വാഹനങ്ങളുടെ ട്രിപ്പുകൾ, ബസ്സുകളുടെ ട്രിപ്പുകൾ കട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യം, ഇതെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായി സംയുക്തമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എടുക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശവും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വം നൽകുന്ന സ്ക്വാഡിൻ്റെ ബഹുമാനപ്പെട്ട RTOയുടെയും തീരുമാനം. 156 വാഹനങ്ങളിൽ നിന്നായി 1,24,500 രൂപയാണ് പിഴയായി ഈടാക്കിയത്. സ്പീഡ് ഗവർണർ അഴിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾ, അമിതമായി ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർ ഹോണുകൾ, ഓഡിയോ സിസ്റ്റം, ഉച്ചസമയത്തും വൈകുന്നേരവും ട്രിപ്പ് കട്ട് ചെയ്ത് സർവീസ് നടത്തുന്ന ബസ്സുകൾ എന്നിവയ്ക്കാണ് പിഴ ഈടാക്കിയത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനൂപ് വർക്കിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത്, ആശാകുമാർ, സുധീഷ്, രാജൻ, ബിനോയ് വർഗീസ്, AMPമാരായ ജോർജ് വർഗീസ്, രാജു, ജെറാൾഡ്, സെന്തിൽ, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ കമ്പനിയിൽ കൊണ്ടുപോയി ഘടിപ്പിച്ച ശേഷം പാലാ ജോയിന്റ് RTO മുമ്പിൽ വാഹനം ഹാജരാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമേ സർവീസ് നടത്താൻ അനുവാദമുണ്ടാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ വൈക്കം, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നീ താലൂക്കുകളിലും ബസ്സുകളിൽ പരിശോധന നടത്തുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.